നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നിധി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴത്തേനും സുഭാഷ് അടുക്കള ജോലികളെല്ലാം തീർത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നിധി പോയി പാത്രം കഴുകാൻ ഒരുങ്ങുമ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, അതവിടെ ഇട്ടേരെ, അത് വൈകുന്നേരം വന്നിട്ട് ഞാൻ കഴുകിക്കൊള്ളാന്ന് പറഞ്ഞു. അത് വേണ്ട സുഭാഷ് ചേട്ടാ, ഈ പാലിന്റെ പാത്രമൊക്കെ അവിടെ ഇട്ടുണ്ട്, വൈകുന്നേരം ആകുമ്പത്തേനും ഒരു സ്മെല്ലുണ്ടാവും പറഞ്ഞു. ഡ്രസ്സൊക്കെ മാറിയതല്ലേ, അതൊന്നും സാരമില്ല. അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞപ്പോഴത്തേനും നിധിയുടെ ഡ്രസ്സിൽ അവിടെ ഇവിടെയും കുറെ വെള്ളം വീണ് നനഞ്ഞു. ഷോന്നും പറഞ്ഞുകൊണ്ട് നിധി നിന്ന് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, ഇതാ ഞാൻ പറഞ്ഞത്, ആ ഡ്രസ്സ് മുഴുവൻ നനയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് കുഴപ്പമില്ല, ഒരു 10 മിനിറ്റും കൊണ്ട് അതുണയിക്കോളും, ഓഫീസിൽ പോകുന്നതിന് മുമ്പ് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് ഫുഡ് കഴിച്ചിട്ട് പ്ലേറ്റ് കൊണ്ട് ആ സിങ്കിനകത്തേക്ക് ഇട്ടു. നികേഷിനെ കണ്ണും കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ നികേഷ് പെട്ടെന്ന് പോയി ആ പ്ലേറ്റ് കഴുകുകയാണ്. ആ സമയം സുഭാഷ് ഒരു അത്ഭുതത്തോട് നോക്കിയിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, നീ പ്ലേറ്റ് കഴുകാനും തുടങ്ങിയല്ലേ? നിധി പറഞ്ഞു, അതെ, ഇതൊക്കെ സ്വയമേ ചെയ്യേണ്ട കാര്യങ്ങളാ. ഇത്രയും നാളെ സുഭാഷയുടെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നില്ലേ, ഇതൊക്കെ തന്നെ ചെയ്യട്ടെ, എല്ലാം ചെയ്തുകൊണ്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എള്ളാപ്പിള്ളയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് ഇപ്പം നികേഷ് മാത്രത്തെ ചെറുതായിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന പ്ലേറ്റൊക്കെ അവന് കഴുകി വെക്കാവുന്നല്ലേ ഉള്ളൂ. നികേഷ് പറഞ്ഞു, ഇനി മുതൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വേണം, ഓരോരുത്തരുടെ അവരുടെ ജോലി ചെയ്യുവാണെങ്കിലേ സുഭാഷ് എണ്ണ എല്ലാത്തിനും ഇങ്ങനെ വളം വെച്ച് കൊടുത്തിട്ടാ, എല്ലാം ചെയ്ത് കൊടുത്തിട്ടാ എല്ലാവരും ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നേ. അവനവൻ കഴിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളും അവനവൻ്റെ ഡ്രസ്സൊക്കെ അവനവൻ തന്നെ കഴുകണം, എല്ലാം കഴുകി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നീട് നിധി എന്ത് ചെയ്തു, സുഭാഷിനുള്ള ഫുഡും കൂടെ എല്ലാം എടുത്തു വെക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള നിധിക്കും നികേഷിനൊക്കെ ഉള്ള എടുത്തു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് ലഞ്ച്. വേണ്ടേ? അപ്പൊ സുഭാഷിന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണില്ലേ എന്ന് നികേഷ് ചോദിച്ചു. അതെ, എനിക്കുള്ളതും കൂടെ ചാന്ദിനി കൊണ്ടുവരും. അങ്ങനെ വരട്ടെ. ഇപ്പോഴല്ലേ നിധി അടുത്ത് കാര്യം മനസ്സിലായത്. അല്ല, അത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ പിന്നെ അവൾക്ക് ബുദ്ധിമുട്ടാവും. അതെന്താ? അത് പിന്നെ അവൾ കൊണ്ടിരുന്ന കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എനിക്കൂടെ കൂട്ടിയെടുത്തോണ്ട് വരും. അത് കൂടി ഇത്തിരി കഴിച്ചാലും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വിളിക്കുന്ന ഇത് പറഞ്ഞു, നല്ല സ്നേഹമുള്ള പെൺകുട്ടിയാ ചാന്ദിനി. സുഭാഷ് ചേട്ടൻ അവളെ സ്നേഹിച്ചോ, അവൾ അതിൻ്റെ ഇരട്ടി സ്നേഹം തരും. അധികം വൈകാതെ തന്നെ നമുക്ക് കല്യാണം നടത്താം. നികേഷ് പറഞ്ഞു, ഭാഷയൊക്കെ നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കി വെച്ചോ, ഭാവി ജീവിക്കേണ്ടതല്ലേ. അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ പറയുന്ന ഒന്നും ചാന്ദിനിക്ക് മനസ്സിലാവില്ല, ചാന്ദിനി പറയുന്ന ഒന്നും സുഭാഷ് ചേട്ടൻ മനസ്സിലാവില്ല. നിധി പറഞ്ഞു, അതെ, പ്രണയത്തിന് അങ്ങനെ ഭാഷയുടെ ആവശ്യമൊന്നുമില്ല നികേഷ്. ഇതാരാ പറയണേ, നിധി എടുത്തിയാണോന്ന് ചോദിച്ചു. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൂടെ ഇറങ്ങാൻ ഒരുങ്ങുവാണ്. അപ്പോഴേക്കും നിധി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നികേഷിനോട് പറഞ്ഞു, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. എന്താ? ഞാൻ സ്കൂട്ടി എടുത്തോണ്ട് വരാം. അതെന്താ? അപ്പോഴേക്കും നിധി ആലോചിച്ചു, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് കഴിയുമ്പോഴത്തേനുമേ സുധീഷിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണാൻ ഗായത്രിയുമായിട്ടുള്ള അത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നിധിക്ക്. അവിടെ പോയി നിന്ന് കിന്നാരം പറയുന്ന സുധീഷ് കിന്നാരം പറയുന്ന കാണുമ്പോൾ നിധിക്ക് നല്ല ദേഷ്യം വരും. നിധി സ്കൂട്ടി എടുത്ത് കഴിഞ്ഞപ്പം നികേഷ് പറഞ്ഞു, അല്ല ഞാൻ ബസ്സിനല്ലേ പോന്നേ? അതെ, നിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടാം എന്ന് പറഞ്ഞു. അതെന്നിട്ട് ഞാൻ അവിടുന്ന് പോയിക്കോളാന്ന് പറഞ്ഞു. എങ്കിൽ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നിധിയുടെ സ്കൂട്ടിക്ക് പിന്നിൽ നികേഷ് കയറി. അവർ രണ്ടുപേരും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, ഇനി നിധിയുടെ അടുത്ത് പോയിക്കോ, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. എടാ, എനിക്കിനി കുറേ സമയമുണ്ട്, നിന്റെ ബസ് വരാനായിട്ട് ഇത്തിരി സമയമല്ലേ ഉള്ളൂ, നിനക്ക് ഞാനൊരു കമ്പനി തരാം, അതിനുശേഷം ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഓപ്പോസിറ്റായിട്ട് തൊട്ടടുത്തായിട്ട് അവൾ വരുവാണ്, ഗായത്രിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് പറഞ്ഞു, വന്നിട്ടുണ്ടല്ലോ, നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവളെ നോക്കട്ടെ, നിനക്കെന്താടാ? ഇത്തിരി സമയം ഗായത്രി നോക്കിയിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അവർ വന്നില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു, ആര്? അല്ല, സുധീഷ് ചേട്ടൻ വന്നില്ലേന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, ഇല്ല വന്നില്ല എന്ന് പറഞ്ഞു. അല്ല, എപ്പോഴും നിങ്ങളുടെ കൂടെ അല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചേ. ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞു. നിധി ഒന്ന് നോക്കി, നിധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഗായത്രി ചോദിച്ചു കഴിഞ്ഞപ്പോൾ. പെട്ടെന്ന് ഒരു നിമിഷം നിധിയെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു. ചേച്ചിയാണോന്ന് ചോദിച്ചു സുധീഷേൻ്റെ. ഒരു നിമിഷം നിധിക്ക് അടി കിട്ടിയ പോലെ പോയി. നികേഷ് നിധി അന്താളിപ്പോട് നോക്കോടെ. അപ്പോഴേക്കും നിധി പറഞ്ഞു, ചേച്ചിയല്ല അമ്മായിയാന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ, തനിക്കിട്ട് പണിതാണോന്നൊരു സംശയം അവളുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളോട് എപ്പോഴും വരുന്നോണ്ടാണ് ഞാൻ വന്ന് ചോദിച്ചേ. നികേഷോട് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഗായത്രി ഇത്തിരി അങ്ങോട്ട് മാറിപ്പോയി. നികേഷിനാണെങ്കിൽ ദേഷ്യ സങ്കടം വന്നു. അപ്പോഴേക്കും നിധി പറഞ്ഞു, കണ്ടില്ലേ ഞാൻ ചേച്ചിയാണോന്ന് സുധീഷിൻ്റെ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു.
പോട്ടെ നിധിയെടുത്തി, അവളുടെ കണ്ണ് കാണാത്തൻ്റെ കുഴപ്പം. അല്ലെങ്കിൽ പിന്നെ ഇതേ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ കയറി പ്രേമിക്കുമെന്ന് ചോദിച്ചു. സുധീഷേണ്ണെ കണ്ട എന്താ തോന്നേ? നല്ല പ്രായമില്ലേ? വന്നിട്ട് കണ്ടില്ലേ സുധീഷേൻ്റെ പിന്നാലെ നടക്കുന്നേ? ഇവൾക്കൊക്കെ വല്ല ബുദ്ധിയും ബോധമുണ്ടോയെന്ന് ചോദിച്ചു. ശരിയല്ലേ? നിധിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി നികേഷ് പറഞ്ഞു. അതേന്നേ, നിധിയെടുത്തി വിഷമിക്കൊന്നും വേണ്ട. അവൾ എന്നെ ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, കാണിച്ചു കൊടുക്കുന്നുണ്ട്, എനിക്ക് നല്ല ദേഷ്യം വന്നാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സുധീഷ് അങ്ങോട്ടേക്ക് വന്നു. സുധീഷ് വന്നിട്ട് നിധിയെ നികേഷിനെ നോക്കി മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണ്. മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അറിയാം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല താൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന്. താൻ ഗായത്രിയോട് മിണ്ടാൻ പോകുന്ന രണ്ടുപേർക്കും ഇഷ്ടമില്ല. അങ്ങനെ സുധീഷ് വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി? രണ്ടുപേരുടെ മുഖം വല്ലായിരിക്കുന്നേ. ഗായത്രിയുടെ മുഖത്താണെങ്കിൽ വല്ലാത്തൊരു തെളിച്ചം സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പം. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഒന്നുമില്ലാന്ന് പറഞ്ഞു. അല്ല, എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്താണെങ്കിൽ കടന്നൊരു കുത്തേറ്റ പോലെ, അപ്പുറത്തേക്ക് നോക്കിയ 500-ന്റെ ബൾബ് ഇട്ട പോലെ ഗായത്രിയുടെ മുഖം പ്രകാശിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ബാക്കിയും കൂടെ പോയും കൂടെ പ്രകാശിപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. അതിന് വേണ്ടി തന്നെ ഞാൻ പോകുന്നേ. കണ്ടോ ഗായുവിൻ്റെ മുഖം കണ്ടോ, എത്ര സന്തോഷമാണെന്ന് നോക്കി. നിങ്ങളിത് എന്തു പറ്റി? രണ്ടുപേരും ഇഞ്ചി കടിച്ച് കുരങ്ങിനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കണേ. കഷ്ടമുണ്ട് കിട്ടാന്നൊക്കെ പറഞ്ഞു. നിധിക്ക് ദേഷ്യം വന്നു. നിധി നികേഷിനോട് പറഞ്ഞു, നികേഷ് ഞാൻ പോയേക്കോ എന്നും പറഞ്ഞുകൊണ്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് രൂക്ഷമായിട്ട് സുധീഷിനെ നോക്കിയിട്ട് പോയി. സുധീഷിന് സന്തോഷമായി. ആ സമയം നികേഷ് പറഞ്ഞു, സുധീഷ് ചേട്ടാ ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. എന്ത് ഈ ചെയ്യുന്നോക്കെ? എടാ, ഞാൻ ഈ ഗായത്രിയെ വെച്ച് നിധിയെ എന്നിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. നിനക്കത് മനസ്സിലായില്ലല്ലേ? നീ കണ്ടോ, അവസാനം നിധി എൻ്റെ അടുത്ത് വന്ന് പറയും എനിക്കിഷ്ടമാണ്. മിക്കവാറും ഇതങ്ങനെയൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നേ. കണ്ടോ, അവസാനം സുധീഷ് 2 പണി കിട്ടാതിരുന്നാൽ മതി. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അവൾക്കിപ്പോൾ പൊസസീവ്നെസ് ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, അതാണ് കണ്ടേന്ന് പറഞ്ഞു. അങ്ങനെ ഗായത്രിയുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് പോവാണ്. നികേഷ് നല്ല ദേഷ്യം വന്നു. കാരണം എല്ലാവരെയും ഭയങ്കരമായിട്ട് വീട്ടിലെല്ലാവർക്കും ഓരോരുത്തർ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈൻ എന്ന് പറഞ്ഞാൽ ഹരീഷിന് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ പറയുന്ന ഗായത്രി നികേഷിനെയാണ് ആദ്യം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നികേഷ് വിചാരിച്ച് തന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ സുധീഷിനെയാണ് അവൾക്ക് ഇഷ്ടം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ നികേഷിന് നല്ല ദേഷ്യമായിരുന്നു. താൻ കോളേജിൽ പഠിക്കുന്നവനാ, തന്നെ ഒരു പെണ്ണുപോലും നോക്കുന്നില്ല എന്നൊക്കെയൊരു അപർഷതാബോധം നികേഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ആ സമയത്ത് നേരത്തെ തന്നെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു നിധി ഓഫീസിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പം നിധിയുടെ ഓഫീസർ വന്നിട്ട് പറഞ്ഞു, അതെ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞു. ഇന്നലെ നിധി തന്ന പ്രോജക്റ്റില്ലേ അത് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ക്ലയൻറ്റിന്. കൊള്ളാലോ എന്ന് പറഞ്ഞു. എനിക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സാറേ എന്ന് പറഞ്ഞു. എന്താണല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടു. ദിവ്യ അവിടേക്ക് വന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, അതിൻ്റെ ചിലവ് ചെയ്യണോട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് പിന്നെ ചിലവ് ചെയ്യാനായിട്ട് ശമ്പളം കിട്ടട്ടെ എന്ന് പറഞ്ഞു. അതെനിക്കറിയാം, തൽക്കാലത്തേക്കൊരു കാര്യം ചെയ്യാം, നിധിക്ക് ഞാനൊരു ചിലവ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്കോ? അതെ, വൈകുന്നേരം നമുക്ക് ഒരു കാര്യം ചെയ്താലോ, നല്ല ബിരിയാണി കിട്ടുന്നൊരു കടയുണ്ട്, അവിടേക്ക് പോയാലെന്ന് പറഞ്ഞു. 5 മണിക്ക് ഇറങ്ങുവാണെങ്കിൽ ഒരു 5:45 ഇവിടെ തിരിച്ചെത്തിക്കാന്ന് പറഞ്ഞു. ഒരു നിമിഷം നിധി ആലോചിച്ചിട്ട് പറഞ്ഞു, അത് വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? അത് പിന്നെ എനിക്കിന്ന് വീട്ടിൽ അർജൻറ്റായിട്ട് കുറേ ജോലികളുണ്ട്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ, എങ്കിൽ സാരമില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവീൺ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ദിവ്യ പറഞ്ഞു, കൊള്ളാലോ ആള്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇത്രയും നാളായി ഞാൻ കുറേ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, കസ്റ്റമേഴ്സിനൊക്കെ അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ട് എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോകാനോ ബിരിയാണി മേടിക്കാനോ തയ്യാറായിട്ട് പ്രവീൺ സാറ് വന്നിട്ടില്ല. പക്ഷേ നിധിയോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, ഉറപ്പായിട്ടും ഞാൻ പറയണമെന്ന് പറഞ്ഞു. നിധിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ആ സമയം സുധീഷ് ഹരീഷിനെ വർക്ക്ഷോപ്പിലേക്ക് വന്നു. വർക്ക്ഷോപ്പിലേക്ക് എന്നിട്ട് ഹരീഷിനോട് പറഞ്ഞു, എടാ ഹരീഷേ, എൻ്റെ കാറിൻ്റെ AC ഒന്നും ശരിയാകുന്നില്ല, എന്തോ തണുപ്പ് കൂളിങ് കുറവ് കിട്ടുന്ന, നീ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. പിന്നെ എനിക്കിവിടെ 100 കൂട്ടം പണിയുള്ളേ, അതിനിടയ്ക്ക് ഇനി കാർ നോക്കാൻ പോലെ. എടാ ഒന്ന് നോക്കടാ, ഈ സുധീഷ് എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഹരീഷ് നോക്കാൻ വന്നപ്പോഴത്തേന് സുധീഷ് പറഞ്ഞു, നീ ഒന്ന് നോക്കുക, അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം, നിനക്കുള്ള വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് അങ്ങോട്ട് പോയി. ആ സമയത്താണ് നീതുവിൻ്റെ വരവ്. നീതു വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഹരീഷിനെ കാണുന്നില്ല. ഇവനിത് എവിടെ പോയി എന്നോർത്ത് അങ്ങോട്ടോട് നോക്കുമ്പോഴത്തേനും കാറിൻ്റെ അവിടെ ഇരുന്ന് കാറിൽ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? നീ എന്താടി ഇങ്ങോട്ടേക്ക് വന്നേ? എനിക്കെന്താ വന്നുകൂടെ? വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല ഹരീഷാണ്. എനിക്ക് ഹരീഷാണോട് മിണ്ടായിരിക്കാൻ പറ്റില്ല. ദൈവത്തെ ഓർത്ത് എന്നെ ചതിക്കാതൊന്ന് പോകാവോ? നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. നിന്നോട് സംസാരിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കും.
അപ്പോഴേക്കും ചന്തു വന്നിട്ട് ചോദിച്ചു, രണ്ടുപേരും തുടങ്ങിയോ? ദേ ചന്തു, ഇവളോട് മര്യാദയ്ക്ക് പോകാൻ പറ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീതു പറഞ്ഞു, എന്ത് വന്നാലും ഞാൻ പോകത്തില്ല, അങ്ങനെ പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹരീഷ് എന്നോട് സംസാരിച്ചിട്ട് തന്നെ ഞാൻ പോകത്തുള്ളൂ. എന്നെ എന്തിനാ എങ്ങനെ ഒഴിവാക്കണേ? ഞാൻ സ്നേഹിച്ചാണോ കുറ്റം? അതും പറഞ്ഞുകൊണ്ട് നീതു വായി വന്നെല്ലാം വിളിച്ചു പറയാം. അപ്പോഴാണ് സുധീഷിന്റെ വരവ്. സുധീഷ് രണ്ടുപേരെയും നോക്കി, എന്താ അടിയാണോ എന്ന് ചോദിച്ചു. അടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കയ്യിലിരിക്കുന്ന ജ്യൂസ് സുധീഷിന് കൊടുത്തപ്പോൾ സുധീഷ് വേണ്ടാന്ന് പറഞ്ഞു. ഹരീഷിന് കൊടുത്തപ്പോൾ ഹരീഷ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീതുവിനോട് പറഞ്ഞു, നീതു കുടിക്കുക, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഓ, രണ്ടുപേരും കൂടെ അപ്പം നല്ല ദേഷ്യത്തിലല്ലേ? സാരമില്ല, നമുക്ക് ദേഷ്യം മാറ്റാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെ ഒന്ന് അണിനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സുധീഷ്. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.